ആരാണ്? അംഗനവാടിയിലെ ടീച്ചറാണ്. എന്ത് വാടിയത്? അംഗനവാടിയെ അതിന് ഇവിടെ കുട്ടികളൊന്നുമില്ലല്ലോ. സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വെച്ചിണ്ടോ? ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. ഇക്കടെ പേരൊന്ന് പറയാം. എന്റെ പേര് കോയാന്നാണ്. കോയക്കുട്ടി എന്നും പറയും. എത്ര വയസ്സായി? നിങ്ങൾ പറഞ്ഞാലിപ്പോ 18-നാണ് എന്റെ ജനനം. വെള്ളിയാഴ്ചയാണ് തോന്നുന്നത്. ഇതല്ല ഇക്ക വർഷം അറിയണം. അത് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റും. നമ്മുടെ ഊത്രാളിക്കാവ് പൂരം. പൂരത്തിന്റെ അന്ന് തീവണ്ടി വന്ന് തട്ടിട്ട് 10-13 ആൾക്കാർ അങ്ങോട്ട് മയ്യത്തായത് ഓർമ്മ എനിക്ക്. എന്നാ ഈ കുടുങ്ങി. എന്നാ വീട്ടും പേരൊന്ന് പറയാമോ? ആ വീട്ടുകാരൊക്കെ പറഞ്ഞാൽ കക്കരിയാരക്കര വീട്ടിൽ പടിഞ്ഞാറത്തറ. ഇത് ഞാൻ എപ്പോ ടൈപ്പ് ചെയ്തിട്ട് വീട്ടിൽ പോകാനാണ്? ആ ആധാർ കാർഡ് ഒന്ന് വരുമോ? അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അത് കളിയാക്കാനൊന്നും നിൽക്കരുത്. ഇക്കഞ്ഞത് വരെ മനസ്സിലായിട്ടില്ല. അതിലിരിക്കണ വെള്ളത്തലയാണ് അരി വെച്ച മാതിരിയാണ് ഇക്ക് തോന്നാറ്. കണ്ണുമില്ല, മൂക്കുമില്ല, തലയില്ല. ആളാണോ എന്ന് തന്നെ സംശയമാണ്. ഇപ്പൊ ഈ ലവ് ട്രാക്കിൽ തുടങ്ങി റെയിൽവേ ട്രാക്കിൽ അവസാനിക്കുന്ന പ്രേമമുണ്ട്. അത് മുല്ലപ്പൂവിൽ തുടങ്ങി റോസാപ്പൂവിൽ അവസാനിക്കുന്നുണ്ട്. റോസാപ്പൂവിൽ തുടങ്ങി നമ്മൾ ചെമ്പരത്തിപ്പൂവിൽ അവസാനിക്കുന്നുണ്ട്. ബന്ധുര കാഞ്ചർ കൂട്ടുകയാണെങ്കിൽ ബന്ധനം തന്നെ പറയും. ഡോക്ടർ, എന്റെ കാര്യത്തിന് ഒരു പരിഹാരം പറ. ഞാൻ ചോദിക്കുന്നത് തകർന്നിരിക്കുകയാണ്. പ്ലീസ്, നിങ്ങൾ നിങ്ങളുടെ ജീവിത കഥകൾ എന്നോട് പറയൂ. ശരിക്കും എന്താ സംഭവിച്ചത്? സാറേ, ഞാനൊരു പെൺകുട്ടിയായിട്ട് ഭയങ്കര പ്രണയത്തിലായിരുന്നു. ഓക്കെ, ഇപ്പൊ സ്വാഭാവികമല്ലേ അത്? കല്ലിട്ടത് ഞാനാണ്, ബെൽറ്റ് വാർത്തത് ഞാനാണ്, കെട്ടിപ്പൊക്കിയത് ഞാനാണ്, ജനലും വാതിലും പിടിപ്പിച്ച് ഞാൻ വാർത്തു. പക്ഷെ പറയൂ. തേച്ചത് അവളായിപ്പോയി. തേപ്പ് പുള്ളിക്കാരത്തിയാണ് നടത്തിയത്. നിങ്ങൾക്ക് തേക്കണമെന്നുണ്ടായിരുന്നോ? ഇതെന്തിനാ കുറച്ചങ്ങടുത്ത് കളഞ്ഞത്? ഏത് ഗുളിക നമ്മൾ കഴിച്ചാലും അതിന്റെ സൈഡിൽ നിന്ന് ഇച്ചിരി ഒടിച്ച് ദൂരെ കളയണം. എന്തിനാ അത്? സൈഡ് എഫക്ട് ഉണ്ടാകാതിരിക്കാനാ. എന്താ എടുത്തി ചേട്ടനെതുവരെ എത്തിയില്ലേ? ഞാൻ കാത്തിരിക്കുക. അകത്തിരുന്ന് കാത്തിരുന്നാ പോരെ, പുറത്ത് ഇരുട്ടല്ലേ. അപ്പൊ സുന്ദരേഷ് അതൊന്നും കേട്ടിട്ടില്ല? ഏത്? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ആ ഭാര്യയാണ് ഈ ഭാര്യന്ന് ഞാൻ അറിഞ്ഞില്ല. തലയിലും മുഖത്തും അതും ഇതൊക്കെ വെളുക്കാൻ തേച്ച് വട്ടായി. അറിയോ? ടെസ്നിക്കാനെ ഞങ്ങൾ വലിയ പരിചയമില്ല, പക്ഷെ 3 ആങ്ങളമാരെ ഞങ്ങൾക്ക് അറിയാം. ടെസ്നിക്കാണ് 3 ആങ്ങളമാരുണ്ടോ? ആങ്ങളമാരുണ്ട്. നിങ്ങൾ അത് വലിയ വിഷയം ഉണ്ടാക്കരുത്. നിങ്ങൾക്കറിയാൻ പറ്റേ? 3 ആങ്ങളമാരാണ്. ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ, ആമിർ ഖാൻ. ടെസ്നിക്കാന്റെ 3 ആങ്ങളമാർ നോർത്തിലല്ലേ? അതിപ്പോഴല്ലേ നോർത്തില്. പണ്ട് അവരിവിടെ എറണാകുളത്തുണ്ടായിരുന്നു. ഇതിലേ പട്ടിണിയും പരിവട്ടമായിട്ട് നടന്ന സമയത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിരുന്നപ്പോ ഏതോ ഒരു വണ്ടി വന്നു. ഉണ്ണേ ഷാറുഖ് ഖാനാണോ സൽമാൻ ഖാനാണോ പറഞ്ഞ് കയറിക്കോ കമ്പാർട്ട്മെന്റിൽ. 3 പിള്ളേരും ചാടി കമ്പാർട്ട്മെന്റിൽ കയറി. ടെസ്നി ഖാൻ കൺഫ്യൂഷൻ അടിച്ച് ഇവിടെ പ്ലാറ്റ്ഫോമിലായി പറ്റില്ല. ഇവര് നേരെ അവിടെ ചെന്ന് കഷ്ടപ്പെട്ട് ബോംബെയിൽ ഹിന്ദി സിനിമയിൽ അഭിനയിച്ച് വലിയ സ്റ്റാറായി. ടെസ്നി ഖാൻ ആ വാശിക്ക് ഇവിടെ സ്റ്റാറായി. 16-ാമത്തെ വയസ്സിൽ എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. ബാബുവല്ല, വേറൊരു പയ്യൻ. എന്നിട്ട് പറഞ്ഞാ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നേ. അങ്ങനെ കാണാതെ അങ്ങനെ ഞാൻ ഒളിച്ചു നോക്കുമായിരുന്നു. ആ ശബ്ദം കേൾക്കുമായിരുന്നു. അവസാനം എന്റെ പ്രേമം എന്റെ വീട്ടുകാരെ അറിഞ്ഞപ്പോ ആലോചിക്കാൻ വേണ്ടി പോവാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് പയ്യന്റെ സ്ഥലം അങ്ങ് ദൂരെയാണെന്ന്. അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തോണ്ട് എന്റെ സ്നേഹം ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി. അതൊക്കെ പോട്ടെ. ആരായിരുന്നു ആ പയ്യൻ? കമലഹാസൻ. ആരാ? സിനിമ നടൻ കമലഹാസൻ. ബിനുചേട്ടൻ മാ വെച്ച് മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. മാവേലിക്കരയിൽ ആരൊക്കെയുണ്ട്? മാമനുണ്ട്, മാമിയുണ്ട്, മാമിയുടെ മക്കളുണ്ട്. മാമിയുടെ മക്കൾക്ക് എത്ര വയസ്സായി? മെട്ട് 30. ചക്കപ്പുഴുക്ക് കഴിച്ചോ? ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? മാമാട്ടിക്കുട്ടി അമ്മ. മാമാട്ടിക്കുട്ടി അമ്മയുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? അതെങ്ങനെ കിട്ടാന്നറിയോ? മേലിൽ വെച്ച്. ഇഷ്ടപ്പെട്ട നടിയാരാ? മമത മോഹൻ. കഴിച്ചതെന്താ? മുട്ടായുടെ വെള്ള. ഒരു ദിവസം എത്ര മുട്ടയുടെ വെള്ളം കഴിക്കും? 3-4 ശരി, ഇന്ന് വൈകുന്നേരം എങ്ങനെ തിരിച്ചു പോണേ? മടങ്ങുന്നത് മോട്ടോർ സൈക്കിളിൽ.